ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആവറേജ് റിലേറ്റഡ് പുതിയ കുറച്ച് പ്രോബ്ലംസ് അതുപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റും നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട് 52. നമ്പറുകൾ ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ. അങ്ങനെയെങ്കിൽ ബിയുടെയും ഇയുടെയും പ്രൊഡക്റ്റ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്പർ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എ, ബി, സി, ഡി, ഇ. 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ നമ്പറുകളുടെ ആവറേജ് 52 ആണ്. കൺസിക്യൂട്ടീവ് ഈവൻ നമ്പറുകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും എന്ന കൺസെപ്റ്റ് നാം ആദ്യത്തെ വീഡിയോയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സി എന്നത് 52 ആയിരിക്കും. സി ആണ് മിഡിലായിട്ടിരിക്കുന്ന നമ്പർ, അതുകൊണ്ട് സി 52 ആയിരിക്കും. സി 52 ആണെങ്കിൽ ബാക്കി നമ്പർ നമുക്ക് അനായാസം എഴുതാൻ കഴിയും. ഡി എന്ന് പറഞ്ഞാൽ 54 ആണ്. ഇ എന്ന് പറഞ്ഞാൽ 56 ആയിരിക്കും. അതുപോലെ തന്നെ ബി 50 ആണ്. എ 48 ആണ്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബിയുടെയും ഇയുടെയും പ്രൊഡക്റ്റാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 50 × 56. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഏതൊരു നമ്പറിനെയും, എത്ര വലിയ നമ്പറായാലും അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വേദിക് മാത്തമാറ്റിക്സിൻ്റെ ട്രിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലുണ്ട്, കോർണറിൽ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2800 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2800 ആണ് ഇതിൻ്റെ ആൻസർ. ഞാൻ ഒന്നുകൂടി പറയാം, മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് വേദിക് മാത്തമാറ്റിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ കോർണറിൽ നമുക്ക് ലഭിക്കും. ചെക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8 നമ്പറുകളാണ്. ഈ 8 നമ്പറുകളുടെ ആവറേജ് തന്നിട്ടുണ്ട് 60. എന്നാൽ ഇവിടെ ഒരു നമ്പർ മിസ്സിംഗ് ആണ്. നാം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ നമ്പറാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന നമ്പറുകളുടെ തുക 39 + 48 + 51 + 63 + 75 + 83 + x + 69 ഡിവൈഡഡ് ബൈ എത്ര നമ്പറുകളാണുള്ളത്? 8 നമ്പറുകളാണുള്ളത്. ഈക്വൽ ടു ഇവയുടെ ആവറേജ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 60. എങ്കിൽ എക്സ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 428 + x ഡിവൈഡഡ് ബൈ 8 = 60. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 428 + x = 480. x = 480 - 428 = 52. എന്നാൽ കോമ്പറ്റീഷൻ എക്സാമിന് ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതുപോലെ സോൾവ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കോമ്പറ്റീഷൻ എക്സാമിന് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ വെച്ച് തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ വെച്ച് തന്നെ ആഡ് ചെയ്ത് നമുക്ക് 428 + x എന്ന് എഴുതാൻ കഴിയും. അതിനുശേഷം ആവറേജിനെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി 8 ആണ്. 60നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 480 നമുക്ക് എഴുതാൻ കഴിയും. പിന്നീട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30നും 50നും ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പറുകളുടെയും ആവറേജ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രൈം നമ്പർ എന്താണെന്നറിയില്ലെങ്കിൽ ഞാൻ പ്രൈം നമ്പറിനെ കുറിച്ചുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്
കോർണറിൽ ഐ ബട്ടണിൽ നിങ്ങൾക്ക് ലഭിക്കും. ചെക്ക് ചെയ്യുക. നിങ്ങളൊരു കോമ്പറ്റീഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 1-നും 100-നും ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പറുകളും നിങ്ങൾക്ക് ബൈ ഹാർട്ടായിരിക്കണം. 30-നും 50-നും ഇടയിലുള്ള പ്രൈം നമ്പർ എന്നാൽ 31, 37, 41, 43, അതുപോലെ തന്നെ 47. ടോട്ടൽ 5 പ്രൈം നമ്പറുകളാണ് 30-നും 50-നും ഇടയിലുള്ളത്. ഇവയുടെ ആവറേജ് എന്തെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കറിയാം. ഈ നമ്പറുകൾ പരസ്പരം ആഡ് ചെയ്ത ശേഷം അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 199 ഡിവൈഡഡ് ബൈ 5 ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 39.8. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. പ്രൈം നമ്പേഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ 1-നും 100-നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുമുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. ലിങ്ക് ഐ ബട്ടണിൽ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3/10, 3/15, 3/20 ഈ നമ്പറുകളുടെ ആവറേജ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കോമ്പറ്റീഷൻ എക്സാമിന് നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാവുന്നതാണ്. എങ്ങനെ? 3/9 പ്ലസ് 3/14 പ്ലസ് 3/19 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഈ ആൻസർ ഞാൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്? ആദ്യത്തെ 3യുടെ പവറിൽ നിന്ന് 1 കുറച്ചു. 10-ൽ നിന്ന് 1 കുറച്ചാൽ 9. അതുപോലെ രണ്ടാമത്തെ 3യുടെ പവറിൽ നിന്നും 15 ആണ്. 15-ൽ നിന്ന് 1 കുറച്ചാൽ 14. അതുപോലെ തന്നെ മൂന്നാമത്തെ 3യുടെ പവറിൽ നിന്നും 1 കുറച്ചാൽ 19. ഈ കിട്ടിയ നമ്പറുകളെ പരസ്പരം ആഡ് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ഷോർട്ട് കട്ട് മെത്തഡാണ്. ഇനി നമുക്ക് യൂഷ്വൽ മെത്തഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. 3/10, 3/15 പ്ലസ് 3/20 ഇവയുടെ ആവറേജ് ഡിവൈഡഡ് ബൈ 3 എന്നായിരിക്കും. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 × 3/9 പ്ലസ് 3/14 പ്ലസ് 3/19 ഡിവൈഡഡ് ബൈ 3. ഈ 3 പരസ്പരം കട്ടായി പോയി. ബാക്കിയുള്ള ആൻസർ 3/9 പ്ലസ് 3/14 പ്ലസ് 3/19. നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡയറക്റ്റ് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ഈ ആൻസർ എഴുതാൻ കഴിയും. തന്നിരിക്കുന്ന നമ്പറുകളുടെ പവറിൽ നിന്ന് 1 കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ആവറേജ് ഓഫ് 5/20, 5/10, 5/3, 5/21, 5/8 ഇതിൻ്റെ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.